കുഞ്ഞിടുപ്പിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെക്കുന്ന മിഠായി പൊതികളെ പോലെ മധുരമുള്ള ചില കഥകളുണ്ട്. ഓരോ വട്ടം നുണയുമ്പോഴും പുതിയ രുചി നൽകുന്ന കഥകൾ. അത്തരം കഥകൾ നിറഞ്ഞ പുസ്തകമാണ് ഒലീവ് ഇലകൾക്കിടയിൽ നിന്ന് ഒരു പൂമ്പാറ്റത്തിന്. സ്വാതന്ത്ര്യത്തെയും സൗഹൃദത്തെയും കാത്തിരിപ്പിനെയും കുറിച്ച് പറയുന്ന, യുദ്ധത്തിന്റെ നോവും പ്രകൃതിയുടെ സ്നേഹവും ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ 10 കുഞ്ഞിക്കഥകൾ. രാധാകൃഷ്ണൻ പേരാമ്പ്ര എഴുതി രാറ്റ് ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന ഈ പുസ്തകം നമ്മുടെ കുഞ്ഞുങ്ങളെ വിസ്മയകരമായ ഒരു വായനാ ലോകത്തേക്കാണ് എത്തിക്കുന്നത്. കുട്ടിക്കാലത്ത് എല്ലാവരുടെയും കയ്യിൽ ഒരു കുഞ്ഞു കുടുക്കയുണ്ടാകില്ലേ? കിട്ടുന്ന ഓരോ നാണയത്തുട്ടുകളും അതിലിട്ട് കുലുക്കി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാകുമോ? നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമാക്കാൻ വേണ്ടിയാകും ആ സമ്പാദ്യം. ഇതിലെ ചിറകടിച്ചു പറന്നു വിച്ചിയുടെ തത്തക്കുഞ്ഞ് എന്ന കഥയിൽ വിച്ചിയും അങ്ങനെയാണ്. തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആ തത്തക്കുഞ്ഞിനെ സ്വന്തമാക്കാൻ അവൾ തന്റെ കൊച്ചു കുടുക്കയിൽ പണം സ്വരൂപിച്ച് കാത്തിരിക്കുകയാണ്. ആദ്യമായി കടൽ തീരത്ത് പോയത് ഓർമ്മയുണ്ടോ? അലറി വിളിച്ചു വരുന്ന ഓരോ തിരമാലയും നമ്മളെ പിടിക്കാൻ വരുന്ന ഭൂതങ്ങളാണെന്ന് കരുതി പേടിച്ച് അച്ഛന്റെ വിരലുകളിൽ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ട്. കരയാനും ചിരിക്കാനും മറന്നുപോയ ആ അമ്പരപ്പ്. അതുപോലെ ആദ്യമായി കടൽ കാണാൻ പോയ ഒരു കാക്കക്കുഞ്ഞിന്റെ കഥയാണ് കടലും കാക്കക്കുഞ്ഞും. കടലും കാക്കക്കുഞ്ഞും എന്ന കഥയിൽ ദൂരേക്ക് പറക്കാൻ ഏറെ ആഗ്രഹമുണ്ടായിട്ടും അമ്മയുടെ പേടി കാരണം തന്റെ കൂടിന്റെ പരിസരത്ത് മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ ഒരു കാക്കക്കുഞ്ഞ് ആദ്യമായി കടൽ കാണാൻ എത്തുകയാണ്. കാതടപ്പിക്കുന്ന ഇരമ്പലും ആകാശം മുട്ടുന്ന തിരകളും കണ്ട് പതറിപ്പോകുന്ന അവന് കടൽ പകർന്നു നൽകുന്ന ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ അതിമനോഹരമാണ്. പേടിയെ പടിക്ക് പുറത്താക്കി വിസ്മയങ്ങളെ പുൽകാൻ ഈ കൊച്ചുകഥ കുട്ടികളെ പഠിപ്പിക്കുന്നു. കച്ചപ്പൻ തവളയും കാമലനോന്തും തൂക്കടാങ്കുരുവിയും യുദ്ധഭൂമിയിൽ വിരിഞ്ഞ പൂമ്പാറ്റ കുഞ്ഞുമെല്ലാം കഥാപാത്രങ്ങളാകുന്ന വൈവിധ്യമാർന്ന കഥകൾ കുഞ്ഞുങ്ങൾക്ക് വായനയുടെ വലിയ ലോകത്തേക്കുള്ള തുടക്കമാവട്ടെ.